കോതമംഗലത്ത് മൃതദേഹവുമായുള്ള പ്രതിഷേധ മാർച്ചിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്യു കുഴൽനാടൻ എംഎൽഎയ്ക്കും ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ഉപാധികളോടെ ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി ഇരുവരോടും നിർദ്ദേശിച്ചു. പോലീസിനെ ആക്രമിച്ച കേസിൽ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതോടെ കോടതി വളപ്പിൽ പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ തർക്കമുണ്ടായി. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം, കോതമംഗലം പ്രതിഷേധത്തിൽ 2 കേസുകളിലും എന്തൊക്കെ ഉപാധികൾ വെച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്? ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങളിൽ അവിടെ സംഭവിച്ചത് എന്താണ്? ആദ്യം ദൃശ്യങ്ങളെ പറ്റി പറയാം. ദൃശ്യങ്ങളെ പറ്റി പറയുന്നത് കാരണം ഈ ഏറ്റവും ഒടുവിൽ പോലീസ് ഡിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ ഒരു കേസ് കൂടി ചുമത്തിയിരുന്നു. ആ കേസ് പോലീസ് ജീപ്പ് ആക്രമിച്ചതും പോലീസ് ജീപ്പിൽ നിന്ന് ആശ്വാസം വരുത്തിയതും അതിന്റെ താക്കോൽ മോഷ്ടിച്ചതുമായ കുറ്റമാണ്. ഇതിൽ 2 പ്രതികൾ നിലവിൽ തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ആ കേസിലാണ് പോലീസ് മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ സംഘർഷം ഉണ്ടാകുന്നത്. പോലീസും കോൺഗ്രസ് നേതാക്കളും തമ്മിലുള്ള ഒരു വാഗ്വാദം അല്ലെങ്കിൽ സംഘർഷം, വാക്കുതർക്കം ഒക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ കേസിൽ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതാക്കൾ തടയുകയും ചെയ്തത്. ആശുപത്രി ആക്രമണ കേസുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി കോതമംഗലം മജിസ്ട്രേറ്റ് കോടതി നിലവിൽ കോൺഗ്രസ് നേതാക്കൾക്ക് 14 മാത്യു കുഴൽനാടൻ എംഎൽഎയും ഡിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഉൾപ്പെടെയുള്ള 14 കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. അത് നേരത്തെ ഇടക്കാല ജാമ്യമായിരുന്നെങ്കിൽ അത് ജാമ്യം ആക്കി മാറ്റുകയാണ് കോടതി ഇന്ന് ചെയ്തത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകുന്നതെന്നാണ് കോടതി ഇതിന്റെ ഉത്തരവിൽ പറയുന്നത്. ഈ ആശുപത്രിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് കടന്ന് അവിടുന്ന് ഇന്ദിരാമ്മയുടെ മൃതദേഹം കൊണ്ടുപോയത് അതിരുവിട്ട രാഷ്ട്രീയ നടപടിയാണ്, രാഷ്ട്രീയ പ്രതിഷേധമാണ് എന്നാണ് കോടതി വിലയിരുത്തുകയും ചെയ്തത്. ആരോഗ്യ പ്രവർത്തകരുടെ ജോലി തടസ്സപ്പെട്ടുവെന്നും കോടതി ഈ ഉത്തരവിൽ കോടതി നിരീക്ഷണങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ശ്യാം പങ്കുവച്ചത്. ശ്യാം, തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമുക്ക് പോകാം.